പെട്ടെന്ന് വാങ്ങിക്കോട്ടെ. മോൻ ശോഭനയുടെ മോനല്ലയോ? അമ്മ പറഞ്ഞു കല്യാണമൊക്കെ ഉറച്ചെന്ന്. ഇത് എന്റെ ഫിയാൻസിന്നല്ലേ? ഫിനാൻസി പൈസ തരുന്നല്ലേ? രണ്ടും ഒന്ന് തന്നെ. ഇവളാണ് എനിക്ക് കാശ് തരുന്നത്. എനിക്ക് ജോലിയില്ലല്ലോ. ദിസ് ഈസ് മൈ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ. കൊള്ളാം, നല്ല കൊച്ച്. ഭയങ്കര ഫാഷൻകാരിയാ. ഫാൻസി നമ്പറിന്റെ ആളാ. ഫോൺ നമ്പർ അറിയോ? 97 42 42. വണ്ടിയുടെ നമ്പർ അറിയോ? 22 42. കഴിഞ്ഞ ദിവസം പനി പിടിച്ച് മാവേലിക്കര ആശുപത്രി പോയപ്പോഴേ OP ടിക്കറ്റ് എടുത്തപ്പോൾ ഫാൻസി നമ്പർ കിട്ടിയതുകൊണ്ട് പിണങ്ങി പോയ ആളാ. കൊള്ളാല്ല, മിടിക്കുകയാണല്ലേ. ദിസ് ഈസ് മൈ ഫാൻസി ഡ്രസ്. ചേച്ചി എവിടെ പോയതാ? എന്നെ വീട്ടില് പൂച്ച കടിച്ച് കുത്തിവെപ്പിന് പോയതാ. എന്നിട്ട് ഒറ്റയ്ക്കാണോ പോയത്? അല്ല, പൂച്ചയും വിളിച്ചത് വന്നില്ല. പൂച്ചയല്ല, ചേച്ചി ഒറ്റയ്ക്കാണോ പോയത്? ഇഞ്ചക്ഷൻ എടുക്കാൻ രണ്ടുപേരും വേണ്ടായോ? അത് അവിടെ തന്നെ ഒരാളിനെ ഞാൻ വിളിച്ച് ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. കരഞ്ഞായിരുന്നു ഒരു വട്ടം മ്യാവൂന്ന്. പൂച്ച കരഞ്ഞോന്നല്ല, ചേച്ചി കരഞ്ഞോന്നു. കരഞ്ഞു. എന്നിട്ടാ പന പൂച്ച കൊണ്ട് കളഞ്ഞോ? കളഞ്ഞില്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു പട്ടി. അമ്മ പട്ടിയെ മോനെന്നും മോനെ പട്ടിയെന്നോ വിളിക്കുന്നു. മോളെ കണ്ട് നല്ല പരിചയമല്ലോ. മനസ്സിലായില്ലയോ? ഇത് നമ്മുടെ വെൺമണിയുള്ള വാസുവൈദ്യന്റെ മോള്. മോടെ അച്ഛൻ വിഷകാരിയല്ലേ? മോളോ? വിഷകാരിയല്ല, ചെറിയ വിഷയക്കാരിയാണ്. മോടെ അച്ഛൻ പഴയതുപോലെ കടിച്ച പാമ്പിനെ തിരിച്ചു വിളിക്കുവോ? തിരിച്ചു വിളിക്കത്തില്ല. വാട്സാപ്പിൽ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. പാമ്പ് അത് നോക്കി വരും. എന്റെ പൊന്നു ചേച്ചി, അതൊക്കെ ഉടായിപ്പല്ലയോ? അത് കൊള്ളാലോ. ഒന്നുമല്ല, അച്ഛൻ വിളിച്ചപ്പോ 1-2 വട്ടമൊക്കെ വന്നിട്ടുണ്ട്. ആര്? പാമ്പ്. മക്കളെ, നിങ്ങള് ജാതകം നോക്കിയായിരുന്നു? അയ്യോ, നോക്കിയായിരുന്നു. അപ്പൊ പറഞ്ഞതേ 20ാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ പിന്നെ 30ാമത്തെ വയസ്സിൽ നടക്കും. എന്നിട്ട് നിങ്ങൾ എന്താ പരിഹാരം ചെയ്തു? പരിഹാരമായിട്ട് ജോലിസിന് 2000-ന്റെ ഒരു 4 താള് കൊടുത്തു. അപ്പൊ 20 വയസ്സെന്നുള്ളതേ 20ാം തീയതി നാക്കി. 20ാം തീയതി നടന്നില്ലെങ്കിൽ 30ാം തീയതി. അത് കൊള്ളാം. രണ്ടുപേരും അങ്ങോട്ടാ? ഞങ്ങള് കൊല്ലം ടൗൺ വരെ ഒന്ന് പോവാ. എന്തിനാ? കല്യാണം ഒക്കെ വരുമല്ലേ, അപ്പൊ ബ്രൈഡൽ മേക്കപ്പിന്റെ റിഹേഴ്സൽ നോക്കാൻ വേണ്ടി ഞങ്ങൾ സ്നോഗേൾ വരെ പോവാ. എന്നാ പോയിട്ട് വാ. ബൈ. ഇത് തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്നോ ഗേൾ. നിങ്ങൾ രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? രാവിലെ വരായിരുന്നാണ്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കയറി. അവിടെ സെയിൽസ്മാൻ ഒരു പാറ്റേൺ കാണിക്കുമ്പോൾ ഇവള് പറയും വേറെ പാറ്റേൺ കാണിക്കാൻ. ആ പാറ്റേൺ കാണിക്കാൻ പറയാം വേറെ പാറ്റേൺ കാണിക്കാൻ. ഇനി സെയിൽസ്മാന്റെ ഫോണിന്റെ പാറ്റേണുകളുണ്ടായിരുന്നു കാണിക്കാൻ. ഡ്രസ് എടുക്കാൻ എന്തായിരുന്നു ഇത്ര കൺഫ്യൂഷൻ? ഇവക്ക് ചാണകപ്പച്ച വേണമെന്നായിരുന്നേ. അപ്പൊ അയാൾ കാണിച്ച മൊത്തം ഉണക്ക ചാണകമായിരുന്നു. ഇവക്ക് ഫ്രഷ് ചാണകമായിരുന്നു വേണ്ടേ, ഇല്ലേ? എന്റെ മൈൻഡ് നിറയെ ഫ്രഷ് ചാണകമായി പോയി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ബ്രൈഡൽ മേക്കപ്പ്? പിന്നെന്താ, വാ. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ആയിരുന്നു. ഇവള് സ്കൂൾ യുവജനോത്സവ കഥാപ്രസംഗത്തിന് വരും. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. മോനോ? എനിക്ക് ചാക്യാർക്കൂത്തായിരുന്നു താല്പര്യം. പക്ഷെ നമുക്ക് അതിനുള്ള സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അപ്പൂപ്പന്റെ ഒരു കൈലി ഇങ്ങനെ വെച്ചിട്ട് ഒരു കിരീടവും വള്ളിയായിട്ട് ഞാനും കയറിയിട്ട് ഒരു പെർഫോമൻസാണ്. ഇത് കണ്ട് പ്രിൻസിപ്പൾ ഒരു ചോദ്യമാണ്, ഇതെന്ത് കൂത്തെന്ന്. ഞാൻ പറഞ്ഞു ചാക്യാർ കൂത്ത്. അപ്പൊ പുള്ളി പറയാം അത് കഴിവുള്ളവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന, ഇത് പേക്കൂത്താണ്. ഇപ്പൊ മോനൊന്നും ചെയ്യാറില്ലേ? ഇപ്പൊ ഞാൻ മിമിക്രി ഉണ്ട്. ഞാൻ പുതിയതായിട്ട് വന്ദേ ഭാരതിന്റെ ശബ്ദം ചെയ്യും. വന്ദേ ഭാരതിന്റെയോ? അപ്പൊ പുതിയതാണല്ലോ. ചേട്ടത് എങ്ങനെയുണ്ട്? ഇത് പണ്ടത്തെ ട്രെയിനിന്റെ സൗണ്ട് അല്ലേ? വന്ദേ ഭാരത് പുതിയതല്ലേ? വേറൊരു മാസ്റ്റർ പീസ് സാധനമുണ്ട്, അരിക്കൊമ്പൻ. ഒന്ന് കാണിക്കട്ടെ. ഇത് പഴയ ആനയുടെ സൗണ്ട് അല്ലേ? അതിനകത്ത് ഞാൻ അരിക്കൊമ്പൻ കയറ്റി ശ്രദ്ധിച്ചില്ലേ? അത് പുതിയതല്ലേ? മോന്റെ മുഖത്തും നല്ല ടാനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വെയിൽ കൊള്ളുന്നുണ്ടായി. ടാൻ ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ടാൻ ടാൻ തന്നെ അനുഭവിക്കണമെന്നാണല്ലോ പഴമക്കാർ പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഗ്രൂമിന്റെ മേക്കപ്പ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? എനിക്കും ചെയ്യണം. കുറെ സമയം എടുക്കുമോ ചെയ്ത്? കുറച്ച് സമയം എടുക്കും. ഞാൻ പുറത്തോട്ട് നിൽക്കണേ? ഇവിടെ നോക്കണേ. ഇവിടെ ഈ സിനിമ നടിമാർക്ക് മേക്കപ്പ് ഇടുമല്ലേ? ആയിരിക്കുന്ന ഏത് പടത്തില്ലേ? കണ്ടു നല്ല പരിചയം. സിനിമ നടിയോ? അത് നിന്റെ ഭാവി വധുവാ. ഇതോ? എന്റെ ചേച്ചി അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പോരെ. നമുക്കിവിടെ ഇത് മാത്രമല്ല, ഫോട്ടോഗ്രാഫി, മെഹന്തി ഡിസൈൻ, നെയിൽ ആർട്ട്, ഹൈഡ്രാ ഫേഷ്യൽ എല്ലാം. അയ്യോ സൂപ്പർ. ഞാൻ എപ്പോഴും വരാം കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫി ഇവിടുന്ന് തന്നെ ചെയ്യണം. ഓക്കെ.